നമസ്കാരം, അമ്മൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന നാരങ്ങയില്ലേ, വടുകപ്പുളിയൻ നാരങ്ങ ആ അച്ചാറാണ്. അപ്പോൾ നമുക്ക് സദ്യക്ക് ഉണ്ടാക്കുന്ന പോലെ അതേ രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് ദിവസം കേടുകൂടാതെ ഒന്നും ഇരിക്കില്ല. അതുപോലെ തന്നെ ഈ അച്ചാറും ഒത്തിരി ദിവസമൊന്നും കേടുകൂടാതെ ഇരിക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നാരങ്ങ, നമ്മുടെ വടുകപ്പുളിയൻ നാരങ്ങ ഇതാണ്. അത്യാവശ്യം പഴുത്ത നാരങ്ങയാണ്. പിന്നെ നാരങ്ങ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരമാവധി പഴുത്ത നാരങ്ങയും പിന്നെ ചെറിയ നാരങ്ങയും നോക്കിയെടുക്കണം. പിന്നെ നമ്മുടെ ഈ തുളിപ്പുറം ഉണ്ടല്ലോ, തൊലി അധികം മുണ്ടും മുഴയൊന്നുമില്ലാതെ നല്ല മിനുസുള്ള ഇത് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല മിനുസുള്ള നാരങ്ങ തന്നെയാണിത്. അപ്പോൾ അതുപോലെയുള്ള നാരങ്ങ തന്നെ എടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം. അല്ലാതെ ഈ മുണ്ടും മുഴയൊക്കെയുള്ള നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല കയ്പ്പുണ്ടാവും. പൊതുവേ ഈ വടുകപ്പുളിയ നാരങ്ങ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയുന്നൊരു പ്രശ്നം നാരങ്ങ അച്ചാറിന് ഭയങ്കര കയ്പ്പാന്നുള്ളതാണ്, കയ്പ്പ് കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഈ തൊലിപ്പുറം ഇത്തിരി മിനുസുള്ളത് നോക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വടുകപ്പുളിയൻ അച്ചാറിന് വേണ്ട പ്രധാന ചേരുവകളെന്ന് പറയണത് പച്ചമുളക് ഞാനൊരു 8-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് പുളിയുടെ അനുസരിച്ച്, നാരങ്ങയുടെ പുളിക്കനുസരിച്ച് ഉപ്പ് എടുക്കണം. പിന്നെ അച്ചാർ പൊടി, ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുക്കാം. അല്ല കളറാണ് വേണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം. ഞാനിപ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ കായപ്പൊടി, വിനാഗിരി, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ചൂടുവെള്ളം വേണം, ചെറിയ ചൂടുവെള്ളം മതി. ചെറു ചൂടുവെള്ളം അത് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി അച്ചാറിടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഈ നാരങ്ങ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നാരങ്ങ മുറിച്ചപ്പോൾ കണ്ടോ, ഈ തൊലിക്ക് കണ്ടോ കട്ടി കുറവാണ്, കനം കുറവ് കണ്ടോ. അപ്പോൾ അതുപോലെ കനം കുറവുള്ളത് എടുക്കാനാണ് പറഞ്ഞത്. പിന്നെ തീരെ വലിപ്പം കുറവുള്ള നാരങ്ങ എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഈ ഒരു വലിപ്പത്തിലാണെങ്കിൽ നമ്മൾ നോക്കിയെടുക്കുമ്പോൾ അതുപോലെ നോക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല, കയ്പ്പ് ഒരുപാട് ഉണ്ടാവില്ല, അതാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ നാരങ്ങ അരിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പിടണം. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പ് 2 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ നാരങ്ങയുടെ പുളിക്കും വലിപ്പത്തിനൊക്കെ അനുസരിച്ച് അളവിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇതിന് 2 സ്പൂൺ മതി. പിന്നെ നമ്മൾ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. അച്ചാർ പൊടി 2 സ്പൂണും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, സാധാ എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് അതൊരു 1.25 സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് അടുത്തത് കായപ്പൊടിയാണ്, അത് 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം നമ്മൾ ഇളക്കിയെടുക്കുക. ശരിക്കും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഇളക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം അച്ചാറിന് വെള്ളം വേണം എന്നനുസരിച്ച്, ഇതിൽ നിന്ന് എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങും 2 ദിവസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട്. ചെറു ചൂടുവെള്ളം കേട്ടോ, വെള്ളം തിളപ്പിച്ച് കുറച്ച് നേരമായി തിളപ്പിച്ച് വെച്ച് ചൂടാറി ചെറിയ ചൂടുള്ളൂ, അത് ചേർക്കുക ഇതിനകത്തേക്ക്. അപ്പോൾ അതിനൊരു ചെറിയൊരു വേവും വരില്ല, ആ ചെറു ചൂടുവെള്ളം കൊണ്ടുള്ളൊരു വേവും വരും. പിന്നെ ഇനി ഇതിലേക്ക് എണ്ണയല്ല ചേർക്കണത്, നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കണത് കേട്ടോ. നമ്മൾ സദ്യക്കൊക്കെ ചേർക്കണതിൽ പച്ച വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു 3 സ്പൂണാണ് കേട്ടോ ഞാൻ ചേർക്കണത് ഇപ്പോൾ തൽക്കാലം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നീട് ഇതിൻ്റെ ആ ചൂടുവെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു ചൂടും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ആറിയിട്ട് നമുക്ക് ഒരു കുപ്പിയിലേക്ക് പതുക്കെ പകർത്തി മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇത് കുപ്പിയിലേക്ക് പകർത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത്
ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പതുക്കെ ഉപയോഗിക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക കേട്ടോ നല്ലത്. പിന്നെ ഞാൻ വിനാഗിരി ചേർക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇതിനകത്ത് നാരങ്ങയ്ക്ക് നല്ല പുളിയുള്ളത് കാരണം ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇതാ നമ്മുടെ വടുകപ്പുളിന് അച്ചാർ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് കുപ്പിയിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ.